Okay, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിരുന്നേ? History of hospitals. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് മാത്രമാണോ പഠിച്ചത്? Introduction. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു അല്ലേ? Definition of hospital. ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഇൻട്രൊഡക്ഷന്റെ ഇതിൽ പഠിച്ചു അല്ലെ? അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായിരുന്നു ഇൻട്രൊഡക്ഷനില്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ്, ഇംഗ്ലീഷ് വേർഡ് ഏത് ലാറ്റിൻ ടൗണിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഹോസ്പസ്. ഓക്കെ, ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? അതിന്റെ മീനിങ്സ് എന്തൊക്കെയായിരുന്നു? ആ വേർഡിന്റെ മീനിങ്സ്? Guest or visitor. ഗസ്റ്റ് ഓർ വിസിറ്റർ. Lodging or entertainment. ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ്. A place where guest is received. ഓക്കെ, അപ്പൊ 3 മീനിങ്സ് പറഞ്ഞു അല്ലെ? ഇനി ഡെഫിനിഷൻ എന്താണ്? ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? Hospital are the institution providing medical and surgical treatment and nursing care for any ill or injured people. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനില് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ ആയിട്ട് ഒരു പോയിന്റ് പറയുന്നില്ല. എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ് ആ ഫംഗ്ഷൻ? പ്രധാന ഫംഗ്ഷൻ എന്താണെന്നാ പറയുന്നത് ഹോസ്പിറ്റലിന്റെ? Complete health care, both curative and preventive. ഓക്കെ, അപ്പോ എന്താണ് ഹോസ്പിറ്റലിലെ പ്രധാന ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങിയില്ലേ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങി അല്ലെ? അപ്പൊ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസില് ആദ്യ കാലഘട്ടങ്ങളില് എത്ര തരം ഹോസ്പിറ്റലാണ് നമ്മൾ ഏർലി BC 500 AD പഠിച്ചത്? എത്ര ടൈപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു? 5 ഹോസ്പിറ്റൽസിനെ പറ്റി പഠിച്ചു അല്ലെ? അതില് മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകൾ എന്താ? മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിന്റെ എന്താണ് പ്രത്യേകത? Ancient region of Southwest Asia, 4000 years in the first appearance appeared. എന്ത് അപ്പിയർ ചെയ്തു ആദ്യമായിട്ട്? Medicine ആദ്യമായിട്ട് അപ്പിയർ ചെയ്തു. വെരി ഗുഡ്. അവിടെ ഒരു പ്രസിദ്ധമായ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആളുടെ നെയിമോടുകൂടി മുറാബിസ് കോഡ്. എന്തിനായിരുന്നു മുറാബിസ് കോഡ്? Practice of ഡോക്ടേഴ്സിന്റെ റൂൾ ആയിരുന്നു അല്ലെ? ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ എന്താ പ്രത്യേകത? ഗ്രീക്ക് ഹോസ്പിറ്റൽസില് മാജിക്സ് ആൻഡ് റിലീജിയസ് റിച്വൽസ് അനുസരിച്ചിട്ടായിരുന്നു ട്രീറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നത്. പിന്നെ ദി ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു അല്ലെ? അപ്പൊ അദ്ദേഹം എങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആണ് മെഡിസിനൽ ഫീൽഡിൽ കൊടുത്തത്? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്ന മെഡിസിനോട്? നോൺ റിലീജിയസ് ആൻഡ് എന്താണ്? ലോജിക്കൽ ആയിരുന്നു. ഓക്കെ, റോമൻ ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത എന്താ? റോമൻ ഹോസ്പിറ്റൽ institutional care. Implement first institutional care for sick and injured people. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെ പ്രൊവൈഡ് ചെയ്തു. അറബിക് ഹോസ്പിറ്റൽസിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞ? അറബിക് ഹോസ്പിറ്റൽസ് എന്താണ്? റോമൻ ഹോസ്പിറ്റലിനെക്കാട്ടിലും അതുപോലെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനെക്കാട്ടിലും മോർ നമ്പേഴ്സ് ആയി. അതെ, അവിടെ അത്രയും ഉയരത്തിലെത്താനായിട്ട് ഈ ഹോസ്പിറ്റലുകൾക്ക് സാധിച്ചില്ല അല്ലെ? അറബിക് ഹോസ്പിറ്റലിൽ അത്രയും ഉയരത്തിലെത്താനായിട്ട് റോമൻ ഹോസ്പിറ്റൽസിനും ചില ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റൽസിനും സാധിച്ചില്ല. ഓക്കെ, ഇന്ത്യൻ ഹോസ്പിറ്റൽസിനെ പറ്റി പഠിച്ചു അല്ലെ? ഇന്ത്യൻ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ പറയുന്നത്? എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആയിരുന്നു. ശരണ്യ ഒന്ന് കണ്ടിന്യൂ ചെയ്തേ. ശരണ്യ രതീഷ്.
ഇന്ത്യൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ 600 BC മുതൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. പിന്നെ കിങ് ഓഫ് അശോകന്റെ കാലം, അതായത് 2273-232 BC-യിലാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ മോഡേൺ ഹോസ്പിറ്റൽസ് ആയിട്ട് അത് വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രിൻസിപ്പൾസും സാനിറ്റേഷനും ഒക്കെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് വന്നു. അതുപോലെ തന്നെ CS പ്രൊസീജിയേഴ്സും തുടങ്ങി. അത് റീജിയണൽ ഹോസ്പിറ്റൽസ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ റീജിയണൽ ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചത് ബുദ്ധയായിരുന്നു അല്ലെ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഹെൽത്ത് നീഡ്സും അതില് ചെയ്തു കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് ചെയ്തത് അല്ലെ? ഓക്കെ, വെരി ഗുഡ് ശരണ്യ. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റൽസിന് ഒരു വില്ലേജിന് ഒരു ഡോക്ടർ എന്നുള്ള തരത്തിലുള്ള ഇതും പ്രവർത്തിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്താണ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യൻ ഹോസ്പിറ്റൽസിന്റെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. അതായത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടവും ബുദ്ധ എന്തൊക്കെയാണ് അവിടെ എന്ത് തരം ഹോസ്പിറ്റലുകളാണ് ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇനി പഠിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതില് നമുക്ക് ആ പോയിന്റ്സ് ഒന്നും കൂടി കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിന് ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ പീരീഡ് ആണ് പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ്. മിഡിൽ ഏജ് അല്ലെ, മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റലുകൾ എങ്ങനെയുള്ളതായിരുന്നു? എന്താണ് ആ പീരീഡ്? എത്രയാ? 500 to 1500 AD ആണ് അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ മിഡിൽ ഏജിലെ ഹോസ്പിറ്റലുകൾ എങ്ങനെയുള്ളതായിരുന്നു? അവിടുത്തെ പണ്ടത്തെ ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിലെന്താണ് ആദ്യമായിട്ട് പറയുന്നത്? എന്താ? ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. എന്താണ് മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് യൂറോപ്പില് ഹോസ്പിറ്റൽസിന്റെ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ വർദ്ധിച്ചു. അതിന്റെ റീസൺസ് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളാണ് 2 പോയിന്റ് ആയിട്ട് 1, 2 എന്ന് പറഞ്ഞ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്താണ് മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് യൂറോപ്പിലെ ഹോസ്പിറ്റൽസിന്റെ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു, കൺസ്ട്രക്ഷൻ വർദ്ധിച്ചു. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം, വർദ്ധിക്കാനുണ്ടായ കാരണം അല്ലെങ്കിൽ 2 റീസൺസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് റീസൺ ആണ് Pope Innocent III in 1198 advised and persuaded wealthy Christians to build hospitals in every town. അതായത് പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോപ്പ് മാർപ്പാപ്പ. ഓക്കെ, അപ്പോ ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 വെൽത്തി ക്രിസ്ത്യൻ അല്ലെങ്കിൽ സമ്പന്നരായ ക്രിസ്ത്യാനികളോട് ഓരോ പട്ടണങ്ങളിലും ആശുപത്രികൾ നിർമ്മിച്ചു നൽകാനായിട്ട് അഡ്വൈസ് ചെയ്തു, അതായത് ഉപദേശിക്കുകയും പെർസ്വേഡഡ് എന്താണ് പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 സമ്പന്നരായ ക്രിസ്ത്യാനികളോട് ഓരോ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു നൽകാനായിട്ട് എന്താണ് അവർക്ക് വേണ്ട അഡ്വൈസുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുകയും അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഓക്കെ, സെക്കൻഡ് റീസൺ പറയുന്നത് എന്താണ്? Increasing revenues were made available from the commerce with the Crusaders. Crusaders എന്ന് പറഞ്ഞാൽ ആരാ? Crusaders കുരിശ് യുദ്ധക്കാരൻ. അപ്പൊ ഈ കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി എന്നുള്ളതാണ് ഒന്നാമതായി പറയുന്നത്. അതാണ് ഇൻക്രീസ്ഡ് റവന്യൂസ്, വർദ്ധിച്ച വരുമാനം. were made available from the commerce with the Crusaders. അതായത് കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. Then in contrast, in Asia and Africa, during the same period, construction of effective and efficient hospitals was pressed forward by the rule and the Crusaders. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ഏഷ്യയിലും ആഫ്രിക്കയിലും ആ സെയിം പീരിയഡില്, ആ സെയിം കാലഘട്ടത്തില് construction of effective and efficient hospitals in the construction was pressed forward by the rule and the
ക്രൂസൈഡേഴ്സ് ആരാണ്? റൂളേഴ്സ്, അവിടുത്തെ ഭരണവർഗത്തിൽപ്പെട്ടവരും കുരിശ് യുദ്ധക്കാരും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും എഫക്റ്റീവ് ആയിട്ടുള്ള ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്തു. ആരാണ് ഫോഴ്സ് ചെയ്തത്? റൂളേഴ്സും ആ സമയത്തെ ഭരണാധികാരികളും ഈ കുരിശ് യുദ്ധക്കാരും. ഓക്കെ, അപ്പൊ 2 റീസൺസ് പറഞ്ഞു. ഒന്നാമത്തെ റീസൺ എന്തായിരുന്നു? പോപ്പ് ഇന്നസെന്റ് III അല്ലെ, ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 സമ്പന്നരായ ക്രിസ്ത്യാനികളോട് ഓരോ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു നൽകാനായിട്ട് ഉപദേശിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. രണ്ടാമത് പോയിന്റ് എന്താണ്? രണ്ടാമത്തെ റീസൺ എന്താ പറയുന്നത്? അതായത് കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കുകയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ആ സെയിം പീരീഡിൽ തന്നെ സെയിം കാലഘട്ടത്തില് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആര് ഫോഴ്സ് ചെയ്തു എന്നാ പറയുന്നത്? അവിടുത്തെ ഭരണവർഗത്തിൽപ്പെട്ടവരും ഈ കുരിശ് യുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, ഈ 2 റീസൺസ് മൂലമാണ് എന്താ യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് കൂടാൻ അല്ലെങ്കിൽ വർദ്ധിക്കാനുണ്ടായ 2 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് ക്ലിയർ ആയോ? ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. മാം രണ്ടാമത്തെ പോയിന്റ് ഒന്നും കൂടി പറയാം. രണ്ടാമത്തെ പോയിന്റ് അല്ലെ, രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധക്കാര്. ആ കുരിശ് യുദ്ധക്കാരുമായിട്ട് അന്നാളില് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വാണിജ്യത്തിൽ നിന്നും ഇവരെന്ത് ചെയ്തു? വർദ്ധിച്ച വരുമാനങ്ങൾ ലഭ്യമാക്കി. ഓക്കെ, രണ്ടാമത് ആ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഇങ്ങനെ ഒരു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഭരിക്കുന്ന ആ വിഭാഗം റൂളേഴ്സ് എന്ന് പറയുന്ന ആ ഭരണ വിഭാഗവും ഭരണവർഗക്കാരും ഈ കുരിശ് യുദ്ധക്കാരും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ ഉണ്ടാകാനായിട്ട് ഫോഴ്സ് ചെയ്തു. എവിടെ ഉണ്ടാവാനായിട്ട്? ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ടാവാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത പീരീഡിലേക്ക് പോവാം. അടുത്ത പീരീഡ് ആണ് റിനൈസൻസ് പീരീഡ്, റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. റിനൈസൻസ് ഏജ് പീരീഡ് എത്രയാണ്? 1500 to 1700 AD ആണ് റിനൈസൻസ് ഏജിന്റെ കാലഘട്ടം. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം അല്ലെ, നവോത്ഥാന കാലഘട്ടമാണ് റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. ഇനി ഈ റിനൈസൻസ് ഏജിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നോക്കാം. The Renaissance period lasted from the 14th to the 16th centuries. 14 മുതൽ 16th century വരെയാണ് ഈ റിനൈസൻസിന്റെ പീരീഡ് നീണ്ടുനിന്നത്. ഓക്കെ, ടുവേർഡ് ദ എൻഡ് ഓഫ് 15th century, 15ാം സെഞ്ചുറിയുടെ അവസാനമായപ്പോഴേക്കും many cities and towns supported some kind of institutional health care. അതായത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും പല സിറ്റീസും, പല പട്ടണങ്ങളും, പല നഗരങ്ങളും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനപരമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് അവിടെ റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ അന്നത്തെ കാലഘട്ടം നമ്മൾ അതിന് മുമ്പുള്ള പീരീഡ്സിലൊക്കെ പഠിച്ചപ്പോഴും നമുക്ക് മനസ്സിലാവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെ, ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളത് എന്താണ്? അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളത് മുമ്പ് കാലങ്ങളിൽ അധികം ആരും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമല്ല അല്ലെ. അവരവരുടെ ടെമ്പിൾസ് അല്ലെങ്കിൽ ആരാധനാലയങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അതിനു വേണ്ടി. എന്നാൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഒത്തിരി ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പേരൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ റിനൈസൻസ് ഏജ് ആയപ്പോഴേക്കും ഒത്തിരി സിറ്റീസ്, ഒത്തിരി പട്ടണങ്ങളും നഗരങ്ങളും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് വന്നു. അതോടുകൂടി എന്താണ്? ഹോസ്പിറ്റലിന്റെ നമ്പറിലായിക്കോട്ടെ, അതിന്റെ എല്ലാത്തരം ഫെസിലിറ്റീസും ആയിക്കോട്ടെ എന്തായി ഉയർന്നതായി മാറാൻ തുടങ്ങി അല്ലെ. അപ്പൊ അത്രയും അധികം വ്യത്യാസങ്ങള് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സപ്പോർട്ട് കൂടിയതോടുകൂടി വന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് നവോത്ഥാന കാലഘട്ടം അല്ലെങ്കിൽ റിനൈസൻസ് ഏജ് എന്നുകൊണ്ട് പറയുന്നത്.
ഓക്കെ, ദെൻ അടുത്തതാണ് ഏത് പീരീഡ് ആണ്? മോഡേൺ പീരീഡ് അല്ലെ. മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് ഏത് പീരീഡ് ആണ്? 1750 to 1950 AD ആണ് അല്ലെ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ മോഡേൺ പീരീഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്താണ്? അമേരിക്കയില് ഒരു ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ആശുപത്രി. എന്താണ് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്നത്? സംയോജിത ആശുപത്രി. അതായത് എന്താണ്? നമ്മുടെ ഇപ്പൊ മോഡേൺ ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് അല്ലെ ഹോസ്പിറ്റലില്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും സംയോജിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ അമേരിക്കയിൽ ഏതായിരുന്നു? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. എന്താണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റലാണ് അമേരിക്കയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സംയോജിത ആശുപത്രി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പോയിന്റ് എന്ത് പറയുന്നു? മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബിഗൻ ഇൻ 1926 വിത്ത് ദ റിട്ടേൺ ഓഫ് വാർ ഹീറോസ് ഫ്രം വേൾഡ് വാർ 1. അപ്പൊ 1926 വേൾഡ് വാർ 1 എന്ന ഒന്നാം ലോക മഹായുദ്ധം അല്ലെ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഹീറോസ് അവരുടെ തിരിച്ചുവരവോട് കൂടിയാണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തില് അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടന്നത്. ഓക്കെ, അപ്പൊ മോഡേൺ പീരീഡിൽ 2 പോയിന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ ആദ്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സംയോജിച്ചുകൊണ്ടുള്ള ആദ്യ ആശുപത്രി അമേരിക്കയിൽ വന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റലാണ്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? 1926 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മഹായുദ്ധത്തിലെ ഹീറോസിന്റെ തിരിച്ചുവരവോട് കൂടിയാണ് അവിടുത്തെ ഗവൺമെന്റ് ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിൽ ഒരു വൻ ഇടപെടൽ നടത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും പീരീഡ്സ് ആണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. അപ്പോ ഇത്രയും പീരീഡ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? വേണ്ട, ആർക്കും ഒരു ഡൗട്ട്സും ഇല്ല, റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത പോർഷനിലേക്ക് പോവാം. അപ്പൊ അടുത്ത പോർഷൻ ആണ് ഹോസ്പിറ്റൽ എവല്യൂഷൻ ഇന്ത്യൻ സെനറിയോ പ്രീ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പരിണാമം അല്ലെ. എന്താണ് പരിണാമത്തില് ഹോസ്പിറ്റൽ എവല്യൂഷനിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സെനറിയോ പ്രീ ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യയില് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ ഹോസ്പിറ്റലിന്റെ പരിണാമങ്ങൾ സംഭവിച്ചത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കുറച്ചൊരു 9 പോയിന്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം, പഠിക്കുക. കുറച്ച് പേരുകളും അവരുടെ ഗ്രന്ഥങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. Provision of institutional care to the sick was considered as provisional and spiritual by early rulers. അതായത് രോഗബാധിതരായവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കണം അല്ലെ, ഒരു ആരോഗ്യപരമായിട്ട് ഒരു പരിചരണം കൊടുക്കണം. അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ആദ്യകാല ഭരണാധികാരികൾ കൺസെപ്റ്റ് ചെയ്തിരുന്നത്. പ്രൊവിഷണൽ ആയിരിക്കണം, സ്പിരിച്വൽ ആയിരിക്കണം. അതായത് ആത്മീയവും താൽക്കാലികവുമായിട്ടുള്ള ഒരു പരിചരണമാണ് രോഗബാധിതർക്ക് അല്ലെങ്കിൽ രോഗികളായവർക്ക് കൊടുക്കേണ്ടത് എന്നാണ് ആദ്യകാല ഭരണാധികാരികൾ അവർ കണക്കാക്കിയിരുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്ന ആരെ പറ്റിയ? അക്ഷയ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും, കേട്ടിട്ടുണ്ടാവാം. അപ്പൊ അക്ഷയ എന്ന് പറയുന്ന അദ്ദേഹം ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of Takshashila. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ, who is the first Indian physician? ആരായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ എന്ന് പറയുന്നത്? അക്ഷയ അല്ലെ. അപ്പൊ അക്ഷയ ആയിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ. ഓക്കെ,
who lived in the University of Takshashila. അതായത് തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ അന്ന് കാലത്ത് എങ്ങനെയായിരുന്നു, ഗുരുകുല സമ്പ്രദായം ഒക്കെ ആയിരുന്നു അല്ലെ, ഗുരുകുല വിദ്യാഭ്യാസങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ അവൾക്ക്, അതായത് സ്റ്റുഡൻസിന് മെഡിസിൻ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വൈദ്യം പകർന്നു നൽകിയിരുന്ന ഒരു ടീച്ചറും ഒരു ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യനുമായിരുന്നു അക്ഷയ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് 3 വ്യക്തികളുണ്ട്, അക്ഷയുണ്ട്, ശുശ്രുതയുണ്ട്, ചരകയുണ്ട്. ഈ 3 വ്യക്തികളും കൂടിയാണ് ആയുർവേദം സ്ഥാപിച്ചത്. ഓക്കെ, അക്ഷയ, ശുശ്രുത, ചരക, ഈ 3 വ്യക്തികളും കൂടിയാണ് എന്ത് സ്ഥാപിച്ചത്, ആയുർവേദം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് അക്ഷയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അക്ഷയ എന്ന് പറയുന്ന ആരാണ്, ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആയിരുന്നു അല്ലെ. എവിടെ ജീവിച്ചിരുന്നതാണ്, യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഓക്കെ, രണ്ടാമത്തെ വ്യക്തി ആരാണ്, ശുശ്രുത. ശുശ്രുതയുടെ കാലഘട്ടം 6th century BC ആണ്. ചരകയാണെങ്കിലോ 200 AD ആണ്. ഓക്കെ, രണ്ടാമത്തേതായിട്ട് പറയുന്ന വ്യക്തി ആരാ, ശുശ്രുത അല്ലെ. ശുശ്രുതയ്ക്ക് എന്താണ് ഇമ്പോർട്ടന്റ്, ആരാണ് ശുശ്രുത, ഫാദർ ഓഫ് സർജറി എന്നാണ് ശുശ്രുതയെ അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ശുശ്രുത എന്ന് പറഞ്ഞാൽ ആരാണ്, ഫാദർ ഓഫ് സർജറി. ഓക്കെ, സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, ശുശ്രുതയാണ്. ഓക്കെ, then ശുശ്രുത is an ancient Indian surgeon known for his outstanding operation and techniques and for his influential dissertation ശുശ്രുത സംഹിത. ഓക്കെ, ശുശ്രുത എന്ന് പറയുന്നത് ആരായിരുന്നു, ഫാദർ ഓഫ് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അതെന്തുകൊണ്ടാണ്, അദ്ദേഹം ഒരു പുരാതന ഇന്ത്യൻ സർജൻ ആയിരുന്നു അല്ലെ. ഇന്ത്യയിലെ ഒരു ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓപ്പറേഷനുകളിലായിക്കോട്ടെ, ഈ മെഡിസിനൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലായിക്കോട്ടെ, എല്ലാത്തിലും വളരെ മികവുറ്റൊരു വ്യക്തിയായിരുന്നു. അത്രയും അധികം കോൺട്രിബ്യൂഷൻസ് മെഡിസിനൽ ഫീൽഡിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്, ഈ സർജറീസിന്റെ ഫീൽഡിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രബന്ധം. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പ്രബന്ധമാണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, പേര് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ അല്ലെ. ശുശ്രുതയുടെ പ്രസിദ്ധമായ പ്രബന്ധമാണ് എന്ത്, സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഈ സുശ്രുത സംഹിത എന്താണ് സുശ്രുത സംഹിത? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. എന്താണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്? ആൻഷ്യന്റ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ച് അറിവുകൾ നൽകുന്ന ബേസിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ഗ്രന്ഥമാണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സുശ്രുത എന്ന് പറയുന്നത് ആരായിരുന്നു? ഫാദർ ഓഫ് സർജറി അല്ലെ, ശസ്ത്രക്രിയയുടെ പിതാവ് എന്നാണ് സുശ്രുതയെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു പുരാതന ഇന്ത്യൻ സർജൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മികച്ച ഓപ്പറേഷനുകൾ ആയിക്കോട്ടെ, അവിടെ മെഡിസിനിൽ ഉപയോഗിച്ചിരുന്ന ടെക്നിക്സ് ആയിക്കോട്ടെ, എല്ലാം വളരെ മികവുറ്റതായിരുന്നു. അത്രയും അധികം കോൺട്രിബ്യൂഷൻസ് സർജറി ഫീൽഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമ്മള് ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രബന്ധമാണ് എന്തെന്ന് പറയുന്നത്? സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഇനി സുശ്രുത സംഹിത എന്തിനെ കുറിച്ചുള്ള ടെക്സ്റ്റ് ആണ്? അതായത് പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അറിവ് നൽകുന്ന, നോളജ് നൽകുന്ന ഒരു ബേസിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് ആരെ പറ്റിയായിരിക്കും? ചരക അല്ലെ. നമ്മൾ അക്ഷയെ പറ്റി പറഞ്ഞു, ശുശ്രുതയെ പറ്റി പറഞ്ഞു. ഇനി മൂന്നാമത്തത് ആരെ പറ്റിയാണ് പറയേണ്ടത്? ചരക അല്ലെ. ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. ആയുർവേദത്തിലേക്ക് പ്രധാനമായ സംഭാവനകൾ, ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചരക എന്ന് പറയുന്നത്. ഇനി എന്താണ് ആയുർവേദ? Ayurveda is a system of medicine and lifestyle developed in ancient India. എന്താണ് ആയുർവേദ? is a system of medicine and lifestyle developed in ancient India. അതായത് പുരാതന ഇന്ത്യയില് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ചികിത്സാ സമ്പ്രദായമോ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത രീതിയോ ആണ് ആയുർവേദ എന്ന് പറയുന്നത്. എന്താണ്?
പുരാതന ഇന്ത്യയില് വികസിപ്പിച്ചെടുത്ത ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ. ഓക്കെ, ആയുർവേദ ഇസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. ഓക്കെ, പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. ഓക്കെ, then he is known as the editor of medical treatise named ചരക സംഹിത. അപ്പോ ഈ ചരക എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? എന്ത് വൈദ്യശാസ്ത്രീയ ഗ്രന്ഥത്തിന്റെ രചയിതാവായിരുന്നു? ചരക സംഹിത എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം രചിച്ച വ്യക്തിയാണ് ആര്? ചരക എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ ചരകയുടെ പ്രസിദ്ധമായ വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചരക സംഹിതയാണ് അല്ലെ. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാലോ അല്ലെ. അപ്പൊ സുശ്രുതയുടെ ആണെങ്കിലോ സുശ്രുത സംഹിതയാണ്, ചരകയുടെ ആണെങ്കിലോ ചരക സംഹിതയാണ്. ഓക്കെ, എന്താണ് ചരക സംഹിത? One of the basic texts of classical Indian medicine and Ayurveda. Okay, ആയുർവേദത്തെ കുറിച്ചും ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും പറയുന്ന അല്ലെങ്കിൽ അതിനെ പറ്റി അറിവുകൾ നൽകുന്ന ബേസിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. എന്നാൽ സുശ്രുത സംഹിത എന്തിനെ കുറിച്ചായിരുന്നു? സർജറീസ് അല്ലെ, ആൻഷ്യൻ ഇന്ത്യയിൽ പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള അറിവുകൾ നൽകിയിരുന്ന ടെക്സ്റ്റ് ആയിരുന്നു സുശ്രുത സംഹിത എന്ന് പറയുന്നത്. എന്നാൽ ചരക സംഹിതയോ എന്തിനെ പറ്റിയായിരുന്നു? ആയുർവേദത്തെ കുറിച്ചും ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും അറിവുകൾ നൽകിയിരുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3 പേരുടെയും കാര്യം ഇവിടെ പറഞ്ഞില്ലേ? Okay, and 6th point എന്താണെന്ന് നോക്കിയേ. Can be traced back to Buddha and Ashoka. ഇനി എന്താണ്? നമുക്ക് ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഏതായിരുന്നു അശോക കാലഘട്ടം? 273 to 232 AD എന്ന് പറയുന്ന കാലഘട്ടം അല്ലെ. അപ്പൊ ആ കാലഘട്ടത്തില് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി ഇന്ത്യൻ സ്കൂൾസ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ അതെനിക്ക് ആരാ ഒന്ന് പറഞ്ഞു തരാ? അശോക ചക്രവർത്തിയുടെ അല്ലെങ്കിൽ കിങ് ഓഫ് അശോകയുടെ കാലഘട്ടത്തില് ഇന്ത്യയിലെ എന്തൊക്കെ വ്യത്യാസങ്ങളായിരുന്നു? ഹോസ്പിറ്റൽ ഫീൽഡിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു? ആര് പറയും? എനിവൺ? സെക്ഷൻ വന്നു, ആ, പിന്നെ സാനിറ്റൈസേഷൻ. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സി സെക്ഷൻസ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടത്തെ പോയിന്റിലും പറയുന്നത്. എന്താണ്? ഡ്യൂറിങ് അശോകാസ് റെയിൻ, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ വെയർ ഫോളോഡ് ആൻഡ് സി സെക്ഷൻസ് വെയർ പെർഫോംഡ് അല്ലെ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സി സെക്ഷൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻസും പെർഫോം ചെയ്തു തുടങ്ങി അല്ലെ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ബുദ്ധ കാലഘട്ടം പഠിച്ചില്ലേ? ബുദ്ധ കാലഘട്ടം ബുദ്ധന്റെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഹോസ്പിറ്റൽ ഫീൽഡിലോട്ടുള്ള റീജിയണൽ ഹോസ്പിറ്റൽസ്. ശരിയാണ്, റീജിയണൽ ഹോസ്പിറ്റൽസ് കൊടുത്തു അല്ലെ, പണിതു. ആർക്ക് വേണ്ടിയിട്ടാണ് റീജിയണൽ ഹോസ്പിറ്റൽസ്? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഇൻഫാം, ഡെസ്റ്റിറ്റ്യൂട്ട്. ശരിയാണ്. അപ്പൊ റീജിയണൽ ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചു അല്ലെ ബുദ്ധയുടെ കാലഘട്ടത്തില്. ആർക്ക് വേണ്ടി റീജിയണൽ ഹോസ്പിറ്റൽ? ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെർ ബിൽറ്റ് ബൈ ബുദ്ധ. ഓക്കെ, ബുദ്ധന്റെ കാലഘട്ടത്തില് ഇൻഫേം അല്ലെങ്കിൽ ദുർബലരായവർക്കും അഗതികൾക്കും വേണ്ടിയിട്ട് പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചു. അപ്പൊ അത് രണ്ടുമാണ് അശോകന്റെയും ബുദ്ധന്റെയും കാലഘട്ടത്തില് അവരുടെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയുന്നത്. Then Akbar's period, അക്ബറിന്റെ കാലഘട്ടത്തിലായിരുന്നു യുനാനി മെഡിസിന്റെ കടന്നുവരവ്. ഓക്കെ, യുനാനി മെഡിസിൻ നിങ്ങൾ ഈ പോയിന്റിൽ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. യുനാനി മെഡിസിൻ ആരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയില് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബേഴ്സ് പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ അക്ബേഴ്സ് പീരീഡ് ആണ് വന്നത് എന്ന് മാത്രം, അതിനെ ബേസ് ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ യുനാനി മെഡിസിനെ പറ്റി നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററുകളിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു മെഡിക്കൽ ഒരു വൈദ്യശാസ്ത്രമാണ്. അതുകൂടാതെ
എന്താണ് അതിന്റെയും ഫാദർ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. ഓക്കെ, യുനാനി മെഡിസിന്റെയും ഫാദർ ഹിപ്പോക്രാറ്റസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ നമ്മുടെ ഇന്ത്യയില് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിദത്ത ചികിത്സാ രീതിയാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് കൂടുതലും ഹെർബുകള്, പച്ചമരുന്നുകളൊക്കെ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പച്ചമരുന്നുകൾ, ഇലച്ചാറുകള്, അങ്ങനെയൊക്കെയുള്ള പ്രകൃതിദത്ത രീതിയിലുള്ള ചികിത്സകളാണ് യുനാനി മെഡിസിനിലുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുനാനി മെഡിസിൻ ആരുടെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിലെ എവല്യൂഷനിലോ ഉള്ള, ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആരുടെ പീരീഡിലാണ് യുനാനി മെഡിസിൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്? ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബറിന്റെ കാലഘട്ടത്തിൽ അല്ലെ? അത് നേരെ തിരിച്ചു ചോദിക്കാമോ ക്വസ്റ്റ്യൻ? ഇങ്ങനെയാണ്, അക്ബറിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അക്ബേഴ്സ് പീരീഡില് ഏത് മെഡിസിൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്? ആയുർവേദ ആയിരുന്നോ, യുനാനി ആയിരുന്നോ? അങ്ങനെ ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് ഏത് വേണമെങ്കിലും തരാമല്ലോ അല്ലെ? അപ്പൊ ഏതായിരുന്നു? യുനാനി മെഡിസിൻ ആയിരുന്നു എന്ന് മാത്രം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് 1-2 സെന്റൻസിലാണ് നിങ്ങൾക്ക് തരുന്നത്. അത് വ്യക്തമായി ക്ലിയർ ആയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റൽ എവല്യൂഷൻ ഒന്നുകൂടി പറയാം നമുക്ക്. ഹോസ്പിറ്റൽ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ആദ്യ പോയിന്റിൽ പറയുന്നത് എന്താ? ഇപ്പൊ ഒരു രോഗബാധിതരായ ഒരു വ്യക്തിക്ക്, രോഗബാധിതരായ രോഗികൾക്ക് എന്താ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കണം അല്ലെ? സ്ഥാപനപരമായിട്ടുള്ള പരിചരണം, ആരോഗ്യ പരിചരണം കൊടുക്കണം. അപ്പൊ ആദ്യകാല ഭരണാധികാരികള് ആ പരിചരണം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് കണക്കാക്കിയിരുന്നത്? പ്രൊഫഷണൽ ആൻഡ് സ്പിരിച്വൽ, ആത്മീയവും താൽക്കാലികവുമായിട്ടായിരിക്കണം ആ പരിചരണം കൊടുക്കേണ്ടത് എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഓക്കെ, കണക്കാക്കിയിരുന്നത് അവര്. രണ്ടാമത് നമ്മൾ അക്ഷയെ പറ്റി പറഞ്ഞു, ശുശ്രുതയെ പറ്റി പറഞ്ഞു, ചരകയെ പറ്റി പറഞ്ഞു. അക്ഷയ എന്ന് പറയുന്നത് ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആണ്. അല്ലെ? എവിടെ ജീവിച്ചിരുന്നതായിരുന്നു? യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശിലയിൽ ജീവിച്ചിരുന്ന ആദ്യ ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആയിരുന്നു അക്ഷയ എന്ന് പറയുന്നത്. ശുശ്രുത എന്താണ്? ശുശ്രുത എന്താണെന്ന് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് സർജറി അല്ലെ? ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശുശ്രുത. അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രസിദ്ധമായ പ്രബന്ധം ഏതായിരുന്നു? ശുശ്രുത സംഹിത അല്ലെ? ഈ ശുശ്രുത സംഹിത എന്താണ് പ്രധാനമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങള്? അതായത് പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള അറിവുകൾ പകരുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? ശുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, ചരകയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം ആയുർവേദത്തിലേക്ക് ഒത്തിരി അധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? ചരക സംഹിത എന്ന് പറയുന്നത് അല്ലെ? ഈ ചരക സംഹിതയുടെ പ്രത്യേകത എന്താണ്? ചരക സംഹിതയില് ആയുർവേദത്തെ കുറിച്ചും ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും അധികം നോളജുകൾ പകരുന്ന ഒരു ബേസിക് ടെക്സ്റ്റ് ആയിരുന്നു ചരക സംഹിത എന്ന് പറയുന്നത്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടം പറഞ്ഞു, നമ്മള് ബുദ്ധന്റെ കാലഘട്ടം പറഞ്ഞു അല്ലെ? അശോക ശ്രീനാണെങ്കിൽ ആ കാലഘട്ടമാണെങ്കിൽ എങ്ങനെയായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങി അല്ലെ? റീജിയണൽ ഹോസ്പിറ്റൽസ് ആര് പണിതു? ബുദ്ധൻ പണിതു. യുനാനി മെഡിസിൻ ആരുടെ കാലഘട്ടത്തിലാണ് വന്നത്? നമ്മൾ പറഞ്ഞ അക്ബേഴ്സിന്റെ പീരീഡിലാണ് വന്നത് അല്ലെ? ഇനി ഇത്രയും എവല്യൂഷൻ, ഹോസ്പിറ്റൽ എവല്യൂഷനിൽ ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? നമ്മൾ 17th സെഞ്ചുറിയിലേക്ക് പോവാം. 17th സെഞ്ചുറി, 17ാം നൂറ്റാണ്ട് അല്ലെ? 17th സെഞ്ചുറിയിലേക്ക് നമ്മൾ പോവാം. 17th സെഞ്ചുറിയില് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ by arrival Christian missionaries in South India. അതായത് ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് ഈ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിനിൽ ഒരു മോഡേൺ സിസ്റ്റം, ആധുനിക സമ്പ്രദായം നിലവിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ 17th സെഞ്ചുറിയിലെ ആദ്യ പോയിന്റിൽ എന്താ പറയുന്നത്? ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് വൈദ്യശാസ്ത്രത്തിൽ ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നത്. ഓക്കെ, ഞാൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 in Chennai
for its soldiers and in 1668 for civilians. Okay, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 2 ഹോസ്പിറ്റലുകളാണ് ബിൽഡ് ചെയ്തത് അല്ലെ. എസ്റ്റാബ്ലിഷ്ഡ് ആദ്യത്തെ ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ചെന്നൈയിലായിരുന്നു. ഏത് വർഷം? 1664 ആർക്ക് വേണ്ടിയിട്ടാണ്? സോൾജിയേഴ്സ് അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. 1668 ആർക്ക് വേണ്ടി സ്ഥാപിച്ചു? സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്ക് വേണ്ടിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 2 ഹോസ്പിറ്റലുകളാണ് സ്ഥാപിച്ചത് അല്ലെ. ഏതാണ്? ചെന്നൈയില് 1664 സോൾജിയേഴ്സിന് വേണ്ടിയിട്ടും 1668 സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്ക് വേണ്ടിയിട്ടും ആശുപത്രികൾ സ്ഥാപിച്ചു. Okay, then third point എന്താ? Constant growth during the 18th and early 19th century. ഇനി അതായത് 18-19 നൂറ്റാണ്ട് കാലഘട്ടങ്ങളില് ആ ഹോസ്പിറ്റൽ ഫീൽഡിൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഗ്രോത്ത്, വളർച്ച നമ്മുടെ ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ കാണാൻ തുടങ്ങി. Then first medical college in Calcutta in 1835, Mumbai in 1845 and Chennai in 1850. 2 points കൂടി കണക്ട് ചെയ്ത് വായിക്കാം. അപ്പൊ ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് ആദ്യ മെഡിക്കൽ കോളേജ് വന്നത് എവിടെയാണെന്ന്? ഏത് വർഷമായിരുന്നു? 1835 കൽക്കട്ടയില് ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. ഇനി അത് മുംബൈയിലാണെങ്കിലോ മെഡിക്കൽ കോളേജ് വന്നത് ഏതാണ്? 1845 ചെന്നൈയിലാണെങ്കിലോ in 1850 1850 ആദ്യ മെഡിക്കൽ കോളേജ് വന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഓരോ ഇയറും പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ഓരോ ഇയറിലും ഏതൊക്കെ ഹോസ്പിറ്റലുകൾ എവിടേക്ക് വന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോവരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ച് പഠിച്ചിരിക്കാം. അപ്പൊ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ ഏത് വർഷം വന്നു? 1835 വന്നു. മുംബൈയിലാണെങ്കിലോ 1845 വന്നു. ചെന്നൈയിലാണെങ്കിൽ സ്ഥാപിതമായത് 1850. Okay, then in 1885 1250 hospitals and dispensaries, only reaching 10% of population. അതായത് ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഔഷധശാലകൾ അല്ലെ. അപ്പൊ ഈ ഔഷധശാലകളും നിലവിൽ വരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത് അവസാന പോയിന്റ്? അതായത് അന്നത്തെ കാലത്ത് അന്ന് എത്ര പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നു? ആ ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് അവിടെ 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ 17th സെഞ്ചുറിയിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറയാമോ? 17th സെഞ്ചുറിയില് 17th സെഞ്ചുറിയുടെ പ്രത്യേകതകളൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. 17th സെഞ്ചുറിയുടെ ദക്ഷിണ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടി മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിന് അറൈൻഡ് ആയി. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോസ്പിറ്റലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അത് 1664 ചെന്നൈയില്, അത് സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. 1664 സിവിലിയൻസിന് വേണ്ടിയും. 68 പിന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട വന്നത് 1835, മുംബൈയില് 1845 ചെന്നൈയില് 1850 വന്നത്. പിന്നീട് അന്നത്തെ കാലത്തുള്ള ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് അവിടെ 1885 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും റീച്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, വെരി ഗുഡ് ശരണ, വെരി ഗുഡ്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി എന്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യമുണ്ടോ? 17th സെഞ്ചുറി ഇനി പറയണോ ആർക്കെങ്കിലും? നോ മാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഓക്കെ, എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ.
അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ സ്വതന്ത്രമായി അല്ലെ? ഈ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളത് നമ്മൾ പറഞ്ഞു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ സ്വതന്ത്ര കാലഘട്ടങ്ങളിൽ ഇൻഡിപെൻഡൻസിന്റെ കാലഘട്ടത്തില് ഹോസ്പിറ്റൽസിന്റെ ആവിർഭാവം എങ്ങനെയായിരുന്നു? അതിൽ പ്രധാനമന്ത്രി ഈ ഒരു പോർഷനിൽ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പൊ ഇതിൽ കുറച്ച് 2-3 റേഷ്യോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ മാത്രം ഒന്ന് ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് നമുക്ക് മനസ്സിലാക്കി വ്യത്യാസപ്പെടുത്തി എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആ ഒരു റേഷ്യോനെ പറ്റിയാണ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? കുറച്ച് മൂന്ന് റേഷ്യോസ് ആണ് നമ്മൾ പറയുന്നത്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ. ആദ്യ റേഷ്യോ വരുന്നത് എന്താണ്? 1:4000 എന്നാണ് ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ. അതായത് ബെഡും എന്താണ് അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ? അവിടുത്തെ ഒരു റേഷ്യോ എങ്ങനെയാണ്? 4000 അല്ലെങ്കിൽ 4000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ബെഡ് എന്നുള്ള രീതിയിലായിരുന്നു ഹോസ്പിറ്റലിൽ ബെഡുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, 4000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഒരു ബെഡ് എന്നുള്ള നിലയില്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ കാര്യം നോക്കിക്കേ. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയായിരുന്നു? 1:6300. എന്താണ്? 6300 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഡോക്ടർ എന്നുള്ള കണക്കിനായിരുന്നു അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിരുന്നത്. ഓക്കെ, നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ നോക്കിക്കേ. 1:40,000. എന്താണ്? 40,000 പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സ് എന്നുള്ള കണക്കിനായിരുന്നു അവിടെ എന്താ പോപ്പുലേഷൻ റേഷ്യോ അല്ലെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടന്നിരുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ അവിടുത്തെ അന്ന് ഓരോ പോപ്പുലേഷനിലും വ്യത്യാസങ്ങൾ, അതായത് പോപ്പുലേഷന്റെ എണ്ണത്തില് ജനസംഖ്യയുടെ എണ്ണത്തില് വർധനമുണ്ടാകുമ്പോ അവിടെ എന്തായാലും ഈ റേഷ്യോസ് മാറും അല്ലെ? അപ്പൊ റേഷ്യോസ് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴുള്ളതായിരുന്നു? ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുന്ന ആ ഒരു സമയങ്ങളിലുള്ള റേഷ്യോ ആയിരുന്നു കേട്ടോ ഇത് പറയുന്നത്. അപ്പൊ ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ, അതായത് എത്ര ബെഡ് വേണം ഒരു പോപ്പുലേഷൻ റേഷ്യോ അല്ലെങ്കിൽ ഒരു ജനസംഖ്യ, ഇത്ര ശതമാനം ജനസംഖ്യക്ക് എത്ര ബെഡ്, അങ്ങനെയുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയായിരുന്നു? 1:4000 ആയിരുന്നു. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ ആണെങ്കിലോ 1:6300 ആയിരുന്നു. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ നോക്കിയേ 1:40,000 ആയിരുന്നു അല്ലെ? അപ്പൊ ഇത്രയും 3 റേഷ്യോസ്. അപ്പൊ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു നേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടന്നിരുന്നത്. അപ്പൊ പോപ്പുലേഷൻസ് അതിനനുസരിച്ച് ഹോസ്പിറ്റലുകളും അതിനനുസരിച്ച് അതിന്റെ ഫെസിലിറ്റീസും എല്ലാവരെയും ഡോക്ടറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിനൊക്കെ വ്യത്യാസങ്ങൾ വരും അല്ലെ? അപ്പൊ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു റേഷ്യോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ. ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം അല്ലെങ്കിൽ തുല്യമല്ലാത്തത് അല്ലെ? അപ്പൊ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ, അതായത് അർബൻ ഹോസ്പിറ്റൽസ് ഉണ്ട്, റൂറൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്താണ് അർബൻ ഹോസ്പിറ്റൽസ്, റൂറൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് എന്താണ്? അർബൻ ഹോസ്പിറ്റൽസ്, റൂറൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണത്തിൽ പറഞ്ഞോ. ഗ്രാമത്തിലും പട്ടണത്തിലും ഉണ്ടാവുന്ന ഹോസ്പിറ്റൽ. അതെ, ഗ്രാമത്തിലും പട്ടണങ്ങളിൽ അല്ലെ? പട്ടണങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ ഉണ്ടാകുന്ന ഹോസ്പിറ്റലിലാണ് അർബൻ ഹോസ്പിറ്റൽസ്. റൂറൽ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ഹോസ്പിറ്റൽസ് അല്ലെ? അപ്പൊ അവിടുത്തെ പ്രത്യേകതകൾ എന്താ? അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപോലെ ആയിരിക്കുമോ? സെയിം ആണോ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ? ഫെസിലിറ്റീസ് എവിടെയായിരിക്കും കൂടുതല്? അർബൻ ഏരിയയിലായിരിക്കും. അത് തന്നെയാണ് ഈ പോയിന്റ് ഇവിടെയും പറയുന്നത്. എന്താണ്? രണ്ട് അർബൻ ഏരിയ ആയിക്കോട്ടെ റൂറൽ ഏരിയയിലായിക്കോട്ടെ അവിടെ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും അവിടെ തമ്മിലുള്ള ഫെസിലിറ്റീസ് അല്ലെ, സൗകര്യങ്ങൾക്ക് തമ്മിൽ എന്തായിരിക്കും? ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട് അല്ലെ? അത് ഈക്വൽ ആണോ? അല്ല. അവിടെ എന്താണ്? അസമത്വമാണ് അല്ലെങ്കിൽ ഈക്വൽ അല്ല. അവിടെ എന്താണ്? വ്യത്യാസങ്ങൾ ഉണ്ട് അവരുടെ ഫെസിലിറ്റീസ് തമ്മിൽ. അപ്പൊ അർബൻ ഏരിയയിൽ ഇത്തിരി ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലായിരിക്കും അല്ലെ? റൂറൽ ഏരിയക്കാളും കൂടുതലായിരിക്കും. അതൊരു വ്യത്യാസം ആ കാലഘട്ടങ്ങളിൽ എന്നല്ല ഇപ്പോഴും ഉണ്ട് അല്ലെ? ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അറ്റ് ഇൻഡിപെൻഡൻസ്, ഇനി ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത്
സമയത്ത് അടുത്ത പോയി നോക്കിക്കേ അറ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ സ്വതന്ത്രമായി സ്വതന്ത്ര ഇന്ത്യയിൽ ആയപ്പോഴേക്കും 11,000 11,000 ഹോസ്പിറ്റൽസ് ബെഡും 7,400 ഹോസ്പിറ്റൽസും സ്ഥാപിതമായി എന്ന് പറയുന്നു. അപ്പോ ഇന്ത്യയിലെ ഓരോ വർഷവും ഞാൻ പറഞ്ഞല്ലോ പോപ്പുലേഷൻസിന്റെ വ്യത്യാസം, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങള് ഹോസ്പിറ്റൽ ഫീൽഡിൽ കൊടുക്കേണ്ടി വരും അല്ലെ. ആ ഒരു റേഷ്യോ മാത്രം നോക്കിയിരിക്കാൻ ശരിയാവോ? അല്ല, ആ റേഷ്യോ ഉണ്ടായിരുന്നെങ്കിൽ പോലും പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളില് ഹോസ്പിറ്റൽ ബെഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഹോസ്പിറ്റൽ ബെഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. എത്ര ഹോസ്പിറ്റൽ ബെഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞത് 11,000 ഹോസ്പിറ്റൽ ബെഡുകൾ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ എത്ര ഹോസ്പിറ്റൽ ആ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായി? 7,400 ഹോസ്പിറ്റൽസ് തന്നെ, അത്രയും ഹോസ്പിറ്റൽസ് ഉണ്ടായി എന്ന് പറയുന്നു. Then since past 15 years, concept of today's hospital, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇപ്പോ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടുഡേസ് ഹോസ്പിറ്റൽ കോൺസെപ്റ്റ് എന്താണ്? ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ മോഡേൺ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലോട്ട്, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർ ഇപ്പൊ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എല്ലാ ഹോസ്പിറ്റൽ ഫീൽഡിൽ എല്ലാവരും ഫോളോ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ പറയുന്നത്. എന്താണ് എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി ഒന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും മനസ്സിലായ കാര്യം എന്താണെന്നുള്ളത്, ജസ്റ്റ് ഓരോ പോയിന്റ്സ് എന്താണെന്നുള്ളത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോയിൽ 4,000 പോപ്പുലേഷൻ ഉള്ളവരിൽ ഒരു ബെഡാണ് അവൈലബിൾ. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോയിൽ 6,300 പോപ്പുലേഷനിൽ ഒരു ഡോക്ടറാണ് അവൈലബിൾ. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോയിൽ 40,000 പോപ്പുലേഷൻ നിരക്കിൽ ഒരു നേഴ്സാണ് അവൈലബിൾ. അതായത് പിന്നീട് അർബൻ ആൻഡ് റൂറൽ ഏരിയസ്, അവിടെ സിറ്റിയിലും ഗ്രാമത്തിലുള്ള ഫെസിലിറ്റീസുകളെ കുറിച്ച് പറയുന്നു. പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം ഒരുപാട് ബെഡുകളും അതേ കണക്ക് ഹോസ്പിറ്റൽസും വന്നു തുടങ്ങി. 11,000 ഹോസ്പിറ്റലും പിന്നെ 7,400 ഹോസ്പിറ്റൽസും അവൈലബിൾ ആയി. പിന്നീട് കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഹോസ്പിറ്റൽസിന്റെ ഫെസിലിറ്റീസ് ഒക്കെ വരുന്നത്. കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് പോരുന്നത് അല്ലെ. ശരി, വെരി ഗുഡ് ആണ് ശ്രീലക്ഷ്മി. ഗുഡ്. അപ്പോ നമ്മൾ ഇത്രയും കഴിഞ്ഞ് ഈ ഒരു പോർഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു രണ്ടും അല്ലെ. 2 ചാപ്റ്റർ പഠിച്ചു. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു അല്ലെ. അപ്പോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ പ്രധാന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസില് നിങ്ങൾക്ക് ആദ്യം മുതൽ ഒന്ന് നോക്കിക്കേ. എന്താണ് ഏർലിയർ BC 500 AD ആ കാലഘട്ടത്തിലെ ഹോസ്പിറ്റലുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. എങ്ങനെയായിരുന്നു? മാജിക്കൽ റിലീജിയസ് മതപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളുമായിട്ടൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് പോകെ എങ്ങനെയായി? അതൊരു സ്ഥാപനമായി അല്ലെ. അതൊരു സ്ഥാപനമായി അവിടുത്തെ മതപരമായിട്ടുള്ള രീതിയിലാണോ നമ്മുടെ ഇന്ന് കാണുന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുകൾ ഉള്ളത്? ആണോ? അല്ല. അല്ല. അപ്പൊ ഒത്തിരി വ്യത്യാസങ്ങൾ ഓരോ കാലഘട്ടത്തിലും വന്നു അല്ലെ. അപ്പൊ ആ ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടായെന്നൊക്കെ നമ്മൾ നോക്കി ഇല്ലേ. ഇനി ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് പറഞ്ഞു, നമ്മള് റിനൈസൻസ് ഏജ് പറഞ്ഞു അല്ലെ. റിനൈസൻസ് ഏജ് ആരൊന്ന് പറഞ്ഞു കൊടുക്കും? ആരാണ് പറയാനുള്ളത് റെഡി ആയിട്ടുള്ളത്? റിനൈസൻസ് ഏജ്, റിനൈസൻസ് ഏജ് ക്രിസ്റ്റീന ഉണ്ടോ? ക്രിസ്റ്റീന ഇല്ല. ഞാൻ പറയാം മിസ്. പറയൂ ദേവിക. ഓക്കെ, ദേവിക പറയൂ. നവോത്ഥാന കാലം നിലനിന്നിരുന്നത് 14ാം സെഞ്ചുറി മുതൽ 16ാം സെഞ്ചുറി വരെയാണ്. ഇതില് 15ാം സെഞ്ചുറിയുടെ അവസാനം ആയപ്പോഴത്തേനും പിന്നെ സ്ഥാപനപരമായിട്ടുള്ള ഹെൽത്ത് കെയർ, സ്ഥാപനപരമായിട്ടുള്ള ആരോഗ്യം പല സിറ്റികളിലും ടൗണുകളിലും എല്ലാം സപ്പോർട്ടായിട്ട്
തുടർന്നു വന്നിരുന്ന സമയമായിരുന്നു. ശരിയാണ്. പല സിറ്റീസും പല ടൗണുകളും സപ്പോർട്ട് ചെയ്തു അല്ലെ? ദേവിക, വെരി ഗുഡ്. അപ്പോ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഞാൻ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടണം അല്ലെ? ഇത്രയും പേര് നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ നിങ്ങളുടെ പേരുകളും എനിക്ക് ഫെമിലിയർ ആവും. അതുപോലെ തന്നെ ഈ എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സിലെ ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായോ എന്ന് അറിയാൻ കൂടിയാണ് ഇവിടെ ടീച്ചേഴ്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഉച്ച സമയമാണ്, ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ഉറക്കമാണോ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അല്ലെ? നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ല. അപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ ഏറ്റവും വലിയ കാര്യം നമുക്കൊരു ജോലി തന്നെയാണ് അല്ലെ? ആ ഒരു ജോലിക്ക് പോകുമ്പോ ഇപ്പൊ എല്ലായിടത്തും നമുക്കൊരു മാർക്കിന്റെ ബേസിസിൽ മാത്രമല്ല ജോലി കിട്ടുന്നത്. മറിച്ച് എന്താ, മാർക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണെങ്കിൽ കൂടി ഒപ്പം എന്തായിരിക്കണം, വളരെ ആക്റ്റീവ് ആൻഡ് എനർജി ആയിട്ടുള്ള അങ്ങനെയുള്ളവരെല്ലാം കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യാം, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫീൽഡ് ആവുമ്പോ. അപ്പൊ അത്രയും അധികം കോമ്പറ്റീഷൻസ് നടക്കുന്ന ഒരു മേഖലയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോഴും എന്താണ് മുന്നോട്ട് ഇറങ്ങുക, എന്തിനും ധൈര്യത്തോട് കൂടെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ആ ഒരാളുടെ പേര് വിളിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അപ്പൊ നിങ്ങൾ എന്താണ്, ഇപ്പൊ ഒരാളുടെ പേര് വിളിച്ചു, ആ ആള് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആള് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളും വളരെ രസകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ അറിയില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്ന എന്തും ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് അറിയില്ലല്ലോ ഞാൻ എന്ത് പറയും എന്നുള്ള ആ ഒരു വിചാരമൊന്നും വേണ്ട. എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് മാത്രം പറയുക കേട്ടോ. അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. കാരണം ഇവിടെ വേറെ നമ്മളെല്ലാവരും ഒരുപോലെയാണ് അല്ലെ? എല്ലാവരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ നമ്മൾ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരും പല പല മേഖലയിൽ നിന്ന് വന്നവരായിരിക്കാം. നിങ്ങൾ ചിലപ്പോ കുറെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോ പഠിക്കുന്നവരായിരിക്കാം, ചിലപ്പോ ഈ ഫീൽഡുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പഠിക്കുന്ന കുറെ പേരുണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് ചിലപ്പോൾ ഈ ടേംസ് ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും, അവർക്ക് അതിന്റെ എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാൽ കൂടി അതൊന്നും പറയാം, എല്ലാ ബേസിക് ലെവലിലുള്ള എല്ലാവർക്കും അല്ലെ, ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഈ ക്ലാസ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നത് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ പറഞ്ഞോ ടീച്ചറെ, സിയും ഡിയും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞുതരാലോ. സി എന്ന് പറയുന്നത് റിനൈസൻസ് ഏജ് അല്ലേ ചോദിച്ചത്? അതെ അല്ലെ? ഓക്കെ. റിനൈസൻസ് ഏജിൽ എന്താണ് പറയുന്നത്? ആ കാലഘട്ടം എന്ന് പറയുന്നത് എത്ര സെഞ്ചുറി മുതൽ എത്ര സെഞ്ചുറി നീണ്ടു നിന്നു? 14th to 16th സെഞ്ചുറി വരെ നീണ്ടു നിന്നു അല്ലെ? ഇനി ആ ഒരു കാലഘട്ടത്തിനെ റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന കാലഘട്ടം എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, മുൻപ് നമ്മൾ ഓരോ പീരീഡ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെ, ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു സ്ഥാപനം വേണമെന്നുള്ളത് ഒത്തിരി പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു പേര് മാത്രമാണ് അങ്ങനെ സ്ഥാപനം വേണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ വേണം എന്നുള്ളതിന് അധികം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും ഒത്തിരി ഹോസ്പിറ്റലുകളും ഒത്തിരി നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം വേണമെന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോ എന്താണ്, അവിടെ ഒത്തിരി സ്ഥാപനങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത ഹോസ്പിറ്റൽ എന്താണ് സിറ്റീസ് ആയിക്കോട്ടെ ടൗൺസിലൊക്കെ എന്തായി പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങി അല്ലെ? അപ്പൊ അത് വലിയൊരു വ്യത്യാസമല്ലേ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടായത്. അപ്പൊ അത്രയും വ്യത്യാസങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും അധികം ഹോസ്പിറ്റൽസ് വന്നത് കൊണ്ടാണ് ഇത് റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് ആ ഒരു പീരീഡിനെ പറയുന്നത്. ഓക്കെ,
മോഡേൺ പീരീഡിൽ എന്താണ്? മോഡേൺ പീരീഡ് ആയപ്പോൾ എന്താണ്? എല്ലാ ഫെസിലിറ്റീസും ഒക്കെ കുറേയധികം ഫെസിലിറ്റീസും കുറേയധികം കാലഘട്ടങ്ങൾ കഴിഞ്ഞു അല്ലെ? കുറേയധികം കാലഘട്ടം റിനൈസൻസ് ഏജിലാണെങ്കിൽ കുറെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായി. അവിടെ ഓരോ ഫെസിലിറ്റീസ് അവർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ മോഡേൺ പീരീഡ് ആയപ്പോൾ നമ്മുടെ മോഡേൺ ഹോസ്പിറ്റൽസിനെ പോലെ തന്നെയുള്ള ഹോസ്പിറ്റൽസ് ആയില്ലേ? ആയി. അപ്പൊ അവിടെ എന്താണ്? ഒത്തിരി ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടാവും, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും, ആ വ്യക്തി ആ ഡോക്ടർ തന്നെയാണ് എല്ലാവർക്കും ട്രീറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെ? പക്ഷെ നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലിൽ അങ്ങനെയാണോ? അല്ല. ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഇല്ലേ? ഒരു ഡോക്ടർ മാത്രമാണോ ഇരിക്കുക? അല്ല, ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ പല ഡോക്ടേഴ്സ്, അതിന്റെ സ്പെഷ്യലിസ്റ്റുകള് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന്റേതായ സ്പെഷ്യലിസ്റ്റുകളോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആശുപത്രി അമേരിക്കയിലെ ഏതായിരുന്നു? പെനിസിൽവാനിയ ഹോസ്പിറ്റൽ ആയിരുന്നു. ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റൽ ആയിരുന്നു. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ? അതായത് 1926 വേൾഡ് വാർ 1 ഒന്നാം ലോക മഹായുദ്ധ കാലത്തിന്റെ ഹീറോസ്, അവിടുത്തെ വീരന്മാർ അല്ലെ, അവിടുത്തെ ഹീറോസ് എന്ന് പറയുന്നവർ അവര് തിരിച്ചു വന്നതോടുകൂടി, അവരുടെ തിരിച്ചുവരവോട് കൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഈ ആരോഗ്യ പരിചരണത്തിൽ ഒരു വൻ ഇടപെടലുകൾ നടത്തിയിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. ഹോസ്പിറ്റൽ എവല്യൂഷൻ നോക്കുക. എവല്യൂഷനില് ഈ 3 വ്യക്തികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്ഷയ, ശുശ്രുത, ചരക. ഓക്കെ. അപ്പൊ നമ്മുടെ പേര് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റില്ലേ? അക്ഷയ എന്ന് പറയുന്നത് ആരായിരുന്നു? അക്ഷയ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ. ഓക്കെ. ശുശ്രുതയെ പറ്റി ആര് പറയും? ശുശ്രുത. ഷാദിയ എന്നല്ലേ പേര്? ഷാദിയ. ശുശ്രുത is the father of surgery. ഓക്കെ. അറിയപ്പെട്ടിരുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് ഓപ്പറേഷൻ ടെക്നിക്സ്, പിന്നെ ഡിസർട്ടേഷൻ ശുശ്രൂഷ സംഹിതയായിരുന്നു. അത് പറഞ്ഞിരുന്നത് മെയിൻ നോളജും പിന്നെ സർജറി, ആൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിയെ കുറിച്ചൊക്കെ ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി ചരക എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആരാ പറയുന്നത്? ചരക ആരെങ്കിലും ഒരാള്? ഞാൻ പറയാം. ആതിര. ഓക്കെ, വെരി ഗുഡ്. പറയൂ, ആതിര പറഞ്ഞോ. ചരക ആയുർവേദത്തിലെ മെയിൻ കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തിയാണ് ചരക. സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് ഏൻഷ്യന്റ് ഇന്ത്യയില് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ചരക സംഹിത. ഈ ചരക സംഹിതയിൽ എന്തിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്? ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻസ് ആൻഡ് ആയുർവേദ. ഓക്കെ, വെരി ഗുഡ് ആതിര. അപ്പൊ നമ്മുടെ ബുദ്ധയുടെയും അശോകയുടെയും കാലഘട്ടങ്ങളും പഠിച്ചു അല്ലെ? ഇനി യുനാനി മെഡിസിൻ ആരുടെ കാലഘട്ടത്തിലാണ് വന്നത്? യുനാനി മെഡിസിൻ അക്ബർസ് പീരീഡ് ആണ് അല്ലെ? പിന്നെ അടുത്തതായി നമ്മൾ 17th സെഞ്ചുറി പഠിച്ചല്ലോ അല്ലെ? 17th സെഞ്ചുറിയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെയാണ് ആദ്യ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്? എവിടെയാണ്? ചെന്നൈയില്. ഓക്കെ. അപ്പോ ചെന്നൈയില് ഗീതു ടിനോജ്. ഗീതു ഉണ്ടോ? ഇല്ല. ഓക്കെ, ഒരാളെ വന്ന് പറഞ്ഞേ, ഒരാള്. ശ്രീലക്ഷ്മി. ഓക്കെ, പറഞ്ഞേ. ചെന്നൈയിലെ ഹോസ്പിറ്റൽസ് ഏതൊക്കെയായിരുന്നു? 1664 ചെന്നൈയില് അത് സോൾജേഴ്സിന് വേണ്ടിയുള്ളതും 1668 സിവിലിയൻസിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽസ് ആയിരുന്നു. വെരി ഗുഡ്. കൽക്കട്ടയില് അല്ലെ? കൽക്കട്ടയില് ആദ്യത്തെ മെഡിക്കൽ കോളേജ് വന്ന വർഷം ഏതാണ്? 1835. ഓക്കെ. ചെന്നൈയിലാണെങ്കിലോ?
ചെന്നൈയില്? അഞ്ജലി എന്ന് പറഞ്ഞു കൊടുത്തേ. അഞ്ജലി 1850. മുംബൈയിലാണെങ്കിലോ 1845 ആണ് അല്ലെ? ഓക്കെ. അപ്പോ ഇത്രയും പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി? ക്ലിയർ ആയിരുന്നോ എല്ലാവർക്കും? ഈസിയാണ്, എളുപ്പമാണ് നമുക്ക് പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഹിസ്റ്ററി ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ അത്ര വലിയ ഇമ്പോർട്ടന്റ് ടേംസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ എന്തായാലും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാം, മാറി പോവാതെ പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ചാപ്റ്റർ ആണ്, നമ്മൾ അടുത്ത പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Okay, teacher. Okay, ma'am. Thank you, miss. Thank you, ma'am. Okay, thank you. Thank you, ma'am. Ma'am, name ഒന്ന് പറയോ? ഈ ടീച്ചർ ഇന്നലെ ക്ലാസ് എടുത്തായിരുന്നോ? നല്ല ക്ലാസ് എടുത്തായിരുന്നു. ടീച്ചറിന്റെ പേര് ഈ മാമിന്റെ പേരെന്തുവാ? ടീച്ചറിന്റെ പേര് ആതിരയോ? കേട്ടില്ല. ആരെങ്കിലും ഒരാൾ പറയോ? ആതിര. നമുക്ക് ഈ ക്ലാസ് ആയിട്ട് ഇനി കിട്ടുമോ? ആരെങ്കിലും ഒന്ന് പറയാം. മൈക്ക് ഒന്ന് ഓഫ് ആക്കുക. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ?